സ്ത്രീധനത്തിന്റെ പേരിൽ എത്രത്തോളം മരണം ഈ നാട്ടിൽ സംഭവിച്ചാലും വീണ്ടും സ്ത്രീധനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതിന്റെ ഇരയായി മാറുന്നത് എപ്പോഴും പെൺകുട്ടികളാണ്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഷാർജയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. വിഭജിക എന്ന പെൺകുട്ടിയുടെ വാർത്തയാണത്. നല്ല രീതിയിൽ സ്ത്രീധനമൊക്കെ നൽകി കെട്ടിച്ചു വിട്ടു എങ്കിലും വിഭജികയ്ക്ക് മരണമായിരുന്നു കാത്തിരുന്നത്. അതും ആരുടെയും ഹൃദയം വേദനിപ്പിക്കുന്ന ഒരു മരണം. ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടാണ് വിഭജിക ഇല്ലാതെയായത്. കുഞ്ഞും തനിക്കും ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നും ഭർത്താവ് മാനസികമായി വല്ലാതെ തന്നെ പീഡിപ്പിക്കുകയാണെന്നുമാണ് വിഭജിക പറയുന്നത്. കൊല്ലം സ്വദേശിയായ വിഭജികയും കുഞ്ഞും ഷാർജയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MBA പഠിച്ച് നല്ലൊരു സ്വകാര്യ കമ്പനിയിൽ HR ജോലി ചെയ്യുന്ന വിഭജിക ഭർത്താവുമായുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് കുഞ്ഞിനോടൊപ്പം മരണം കൈവരിച്ചത്. ജോലിക്കാരി ചെന്ന് നോക്കുമ്പോൾ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിലായിരുന്നു വിഭജികയും കുഞ്ഞും. കയറിന്റെ ഒരറ്റം കുഞ്ഞിന്റെ കഴുത്തിലിട്ട് ആദ്യം കുഞ്ഞിനെ കെട്ടിത്തൂക്കിയതിനു ശേഷമാണ് വിഭജിക മരണപ്പെട്ടിരിക്കുന്നത്. എന്തിനായിരുന്നു ആ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചതെന്നാണ് പലരും ചോദിക്കുന്നത്. ഭർത്താവ് നിതീഷ് കുമാറാണ് ഇതിന് കാരണമെന്ന് വ്യക്തമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം സ്വദേശിയാണ് നിതീഷ്. വിവാഹമോചനത്തിന് താല്പര്യമില്ല എന്ന് പലതവണ വിഭജിക പറഞ്ഞു. വിവാഹമോചനം നേടേണ്ടി വരികയാണെങ്കിൽ മരിക്കുക മാത്രമേ മുൻപിലുള്ളൂ എന്നാണ് വിഭജിക ജോലിക്കാരിയോട് പറഞ്ഞത്. അവസാനം അതുതന്നെ ചെയ്യേണ്ടി വന്നു വിഭജികയ്ക്ക്. വിവാഹമോചനത്തിനുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം വിഭജികയെ തേടി എത്തിയിരുന്നു എന്നാണ് ജോലിക്കാരി പറയുന്നത്. മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ വിഭജിക സഹിക്കേണ്ടി വന്നിരുന്നു. അതുതന്നെയാണ് മരണത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ വ്യക്തമായ ആത്മഹത്യാക്കുറിപ്പാണ് വിഭജികയുടേത്.